ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. പൊതുവെ +1 സ്റ്റുഡൻസ് ചെറിയ രീതിയിൽ ടഫായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. കുട്ടികൾ ഇത് മനസ്സിലാക്കുന്നിടത്തിലും അതേപോലെ അതിൻ്റെ കാര്യങ്ങൾ പ്രോബ്ലങ്ങളൊക്കെ ചെയ്യുന്നതിലൊക്കെ ഒരു ടഫ് ഫീൽ ചെയ്ത അഭിപ്രായം രേഖപ്പെടുത്തുന്ന ഒരു ചാപ്റ്ററാണ്. ഇത് എങ്ങനെ വളരെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്ക് റിജിഡ് ബോഡിയെ കുറിച്ചാണ്. റൊട്ടേഷണൽ മോഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. റിജിഡ് ബോഡിയുടെ റൊട്ടേഷണൽ മോഷൻ. അപ്പം എന്താണ് ഒരു റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ? പറയാ റിജിഡ് ബോഡി, നമ്മുടെ മൊബൈൽ ഫോൺ ഒരു റിജിഡ് ബോഡിയാണ്. അതിനെ നമ്മളിപ്പം മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അതിന് പല രീതിയിലുള്ള മൂവ്മെന്റ് ഉണ്ടാവും. അതിലെ പാർട്ടിക്കിളുകൾ, അതായത് ആ ഫോൺ ഉണ്ടാക്കിയ മെറ്റീരിയലിന്റെ ഓരോ പാർട്ടിക്കിളും അത് അതിന്റെ പൊസിഷനിൽ തന്നെ നിൽക്കും, പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുന്നില്ല. റിജിഡ് ബോഡിയുടെ ഡെഫിനിഷൻ തന്നെ അതാണ്. റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ റിജിഡ് ബോഡി ഈസ് എ ബോഡി വിത്ത് എ പെർഫെക്റ്റ്ലി definite and unchanging shape. ഒരു ഡെഫിനിറ്റ് ഷേപ്പ്, അൺചേഞ്ചിങ് ഷേപ്പ് ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന അവസരത്തിൽ the distance between all pairs of particles of such a body do not change. ആ ബോഡിയിലെ പാർട്ടിക്കിൾ തമ്മിലുള്ള പൊസിഷൻ, അതായത് അത് തമ്മിലുള്ള ആ റിലേറ്റീവ് ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യില്ല. ഇത്തരം ബോഡികളാണ് നമ്മൾ റിജിഡ് ബോഡി എന്ന് വിളിക്കുന്നത്. ഒരു വുഡൻ ബ്ലോക്ക് അത് റിജിഡ് ബോഡിയാണ്. ഇത്തരം റിജിഡ് ബോഡികൾക്ക് എന്തൊക്കെ ടൈപ്പ് മോഷൻസ് സാധ്യമാവും? റിജിഡ് ബോഡിക്ക് സാധ്യമാവുന്ന മോഷനുകൾ ഒന്ന് പ്യുവർ ട്രാൻസ്ലേഷണൽ മോഷനാണ്. ട്രാൻസ്ലേഷണൽ മോഷൻ ഇൻ സ്ട്രേറ്റ് ലൈനിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. ട്രാൻസ്ലേഷണൽ മോഷനിൽ ഒരു നേർരേഖയിൽ അല്ലെങ്കിൽ പാർട്ടിക്കിളൊക്കെ ഒരു സർക്കുലർ പാത്തിൽ അല്ലാതെ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. പ്യുവർ ട്രാൻസ്ലേഷൻ മോഷൻ ഉദാഹരണമാണ് ഈ ഒരു ബ്ലോക്ക്. ഈ പ്ലെയിനിലൂടെ സ്ലൈഡ് ചെയ്ത് താഴോട്ട് പോവുകയാണ്. ഇവിടെ P1 ഒരു പാർട്ടിക്കിളാണ്, P2 വേറൊരു പാർട്ടിക്കിളാണ്. ഈ രണ്ട് പാർട്ടിക്കിളും ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ രണ്ട് പാർട്ടിക്കിളും ഉണ്ടാകുന്ന വെലോസിറ്റിയും സെയിം ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് വിളിക്കുന്നത്. റിജിഡ് ബോഡിക്ക് ഒരു ട്രാൻസ്ലേഷൻ മോഷന് പോസിബിൾ ആണ്. അതേ സമയത്ത് തന്നെ റിജിഡ് ബോഡിക്ക് റൊട്ടേഷണൽ മോഷന് സാധ്യതയുണ്ട്. പ്യുവർ റൊട്ടേഷണൽ മോഷൻ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ, ഒരു പെർട്ടിക്കുലർ ആക്സിസിൽ അത് കറങ്ങിക്കൊണ്ടിരിക്കുക, ഒരു ഫിക്സഡ് ആക്സിസിൽ കറങ്ങുക. അതാണ് പ്യുവർ റൊട്ടേഷണൽ മോഷൻ. ഇതാണ്ട് നമ്മുടെ സീലിംഗ് ഫാന് അതിങ്ങനെ കറങ്ങുമ്പോൾ അതൊരു ഫിക്സഡ് ആക്സിസിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു പോട്ടറി വീലില് ആ പോട്ടുണ്ടാക്കുന്ന ഒരു ഡിസ്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്യുവർ റൊട്ടേഷനാണ്. ഇൻ റൊട്ടേഷൻ ഓഫ് എ റിജിഡ് ബോഡി അബൌട്ട് എ ഫിക്സഡ് ആക്സിസ്, every particle of the body moves in a circle. നേരത്തെ നമ്മൾ പറഞ്ഞു പ്യുവർ ട്രാൻസ്ലേഷൻ മോഷനിൽ എവരി ബോഡി മൂവ്സ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ.
or every body have the same velocity. Here, every body is moving in a circular path, in a circle, which lies in a plane perpendicular to the axis. The axis in a perpendicular plane and has its center on the axis. We particular ഓരോ പാർട്ടിക്കിൾ ഈ ലീഫ്, ഈ ഫാൻ്റെ ലീഫ് എടുക്കാൻ, ഈ ലീഫിൽ ഇവിടെ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റും സർക്കുലർ പാത്തിലാണ്. ഈ ആക്സിസിനെ ആസ്പദമാക്കിയ ഒരു സർക്കുലർ പാത്തിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഓരോ പോയിന്റും ഈ റിജിഡ് ബോഡിയിലെ ഓരോ പാർട്ടിക്കിൾ എടുത്താലും അതെല്ലാം ഒരു സർക്കുലർ പാത്തിൽ, ആ സർക്കുലർ പാത്തിന്റെ സെന്റർ ആയിട്ട് നമ്മുടെ ആക്സിസ് ഉണ്ടാകുന്ന രീതിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് പ്യുവർ റൊട്ടേഷണൽ മോഷൻ. ഇനി ഈ റിജിഡ് ബോഡിക്ക് പോസിബിൾ ആയ അടുത്ത മോഷൻ ഇതാണ്. റിജിഡ് ബോഡി, അതിൽ എല്ലാ പാർട്ടിക്കിളും ഓരോ പാർട്ടിക്കിൾ എടുത്താകുകയും ഈ ആക്സിസിനെ സർക്കുലർ പാത്തിലെ ആക്സിസിനെ സെന്റർ ആക്കിക്കൊണ്ട് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യണം. അടുത്ത റിജിഡ് ബോഡിക്ക് ഉണ്ടാകുന്ന രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി ട്രാൻസ്ലേഷണൽ പ്ലസ് റൊട്ടേഷണൽ മോഷനാണ്. അതായത് അത് താഴോട്ട് സ്ലൈഡ് ചെയ്ത് വരുന്നുണ്ട്, അതേ സമയത്ത് തന്നെ റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു റോളിംഗ് മോഷൻ ഓഫ് എ സിലിണ്ടർ, അതൊരു ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷൻ മോഷൻ. ഇറ്റ് ഈസ് നോട്ട് എ പ്യുവർ ട്രാൻസ്ലേഷൻ മോഷൻ. ഇതൊരു പ്യുവർ ട്രാൻസ്ലേഷൻ അല്ല. കാരണം ബോഡി ഇവിടുന്ന് ഇവിടെ എത്തുന്നുണ്ട്, എയിൽ നിന്ന് ബിയിലേക്ക് എത്തും, പക്ഷെങ്കിൽ അത് സ്ലൈഡ് ചെയ്തിട്ടല്ല വരുന്നത്. കാരണം പോയിന്റ് P1, P2, P3 ഒക്കെ എല്ലാം എടുത്താൽ അതിന് എല്ലാത്തിനും ഒരേ വെലോസിറ്റി അല്ല ഉണ്ടാവുക, ഡിഫറെന്റ് വെലോസിറ്റീസ് ആയിരിക്കും. പ്യുവർ ട്രാൻസ്ലേഷൻ ആണെങ്കിൽ ഓരോ പാർട്ടിക്കിളിലും ഉണ്ടാകുന്ന വെലോസിറ്റി സെയിം ആയിരിക്കണം. ഈ ഡിസ്ക്, ഈ സിലിണ്ടർ റോൾ ചെയ്തതായിട്ട് വരുമ്പോൾ ഓരോ പോയിന്റിലും ഇപ്പം P1, P2, P3 എടുത്താൽ ഓരോ സ്ഥലത്തുണ്ടാവുന്ന വെലോസിറ്റി ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്യുവർ ട്രാൻസ്ലേഷൻ മോഷൻ അല്ല. പക്ഷെങ്കിൽ ഇവിടെ the velocity of the point of contact P3 is 0 at any instant if the cylinder is rolled without slipping. ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് താഴോട്ട് വരുന്നത്. ഇതൊരു പ്യുവർ ട്രാൻസ്ലേഷനും അല്ല, പ്യുവർ റൊട്ടേഷനും അല്ല. ഇത് ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷൻ മോഷനാണ്. കാരണം പ്യുവർ റൊട്ടേഷൻ ആണെങ്കിൽ അതൊരു ഫിക്സഡ് ആക്സിസിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഈ ഡിസ്ക് ഒരു ഫിക്സഡ് ആക്സിസിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പ്യുവർ റൊട്ടേഷൻ ആവും. ഇതൊരു പ്യുവർ ട്രാൻസ്ലേഷൻ അല്ല, പ്യുവർ റൊട്ടേഷൻ. ഇത് ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷൻ മോഷൻ. അങ്ങനെ ഒരു പോസിബിലിറ്റിയും റിജിഡ് ബോഡിക്ക് ഉണ്ട്, റിജിഡ് ബോഡി മൂവ്മെന്റ് ഉണ്ട്. പിന്നെയുള്ള ഒരു മൂവ്മെന്റ് ആണ് പ്രിസിഷൻ. അതായത് ടോപ്പ് പമ്പരം, അതേപോലെ നമ്മുടെ ടേബിൾ ഫാൻ, ഇതൊക്കെ ഒരു ഫിക്സഡ് ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യും. അതേ സമയത്ത് തന്നെ ഈ ആക്സിസ് ഒരു പോയിന്റിനെ കേന്ദ്രീകരിച്ച് സർക്കുലർ പാത്തിലായി ഒരു സ്പിന്നിങ് ടോപ്പ്, അതൊക്കെ അങ്ങനെയുള്ള മൂവ്മെന്റ് ആണ് പ്രിസിഷൻ എന്ന് പറയുന്നത്. ഒരു ടേബിൾ ഫാൻ എടുത്താൽ ടേബിൾ ഫാന് ആക്സ് ഓഫ് റൊട്ടേഷൻ, ഇവിടെ ബ്ലേഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അതേ സമയത്ത് ഇതിന് ഒരു ഓസിലേഷൻ മോഷൻ. Oscillating table fan with a rotating blade. The point of the fan points is fixed. The blade of the fan are under rotation motion, whereas the axis of rotation of the fan blade is oscillating. Motion.
ഒക്കെയാണ് ഒരു റിജിഡ് ബോഡിക്ക് പോസിബിൾ ആയിട്ടുള്ള മോഷൻ. ഇങ്ങനെയുള്ള റിജിഡ് ബോഡികൾ നമ്മളത് അതിന്റെ ആക്സിസ് ഫിക്സ് ചെയ്യുന്നില്ല. ആക്സിസ് ഫിക്സ് ചെയ്യാതെ ഫ്രീ ആയിട്ട് വിടുകയാണെങ്കിൽ അതിന് എങ്ങനെയാണ് അതിന്റെ മോഷൻ ഉണ്ടാവുക? ഉദാഹരണത്തിന് ഒരു ബോട്ടിൽ നമ്മൾ എറിയാണ്, എയറിലേക്ക് എറിയാണ്. അത് പ്യുവർ ട്രാൻസ്ലേഷൻ ആണെങ്കിൽ ഇങ്ങനെ 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 പോകും. അതായത് അതിന്റെ ഓരോ പാർട്ടിക്കിളും ഉണ്ടാകുന്ന വെലോസിറ്റി സെയിം ആയിരിക്കും. അത് പ്യുവർ ട്രാൻസ്ലേഷൻ മോഷനാണ്. അതേ സമയത്ത് ഒരു കമ്പൈൻഡ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ, ഇവിടെ ഈ ബോട്ടിൽ നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ഇൻസ്റ്റന്റിലും അതിന്റെ പാർട്ടിക്കിളുടെ പൊസിഷൻ വെലോസിറ്റിയിൽ ചേഞ്ച് വരുന്നുണ്ട്. The motion of a rigid body which is not pivoted or fixed in some way is either a pure translation or a combination of translation and rotation. The motion of a rigid body which is pivoted or fixed in some way is rotation. Rotation motion അതേപോലെ റൊട്ടേഷൻ പ്ലസ് ട്രാൻസ്ലേഷൻ മോഷൻ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. പ്യുവർ റൊട്ടേഷൻ ആണെങ്കിൽ ആക്സിസ് ഫിക്സ് ചെയ്യണം. ആക്സിസ് ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷൻ, കോമ്പിനേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ മോഷൻ ആയിരിക്കും. ഇതാണ് റിജിഡ് ബോഡി ഉണ്ടാവുന്ന ഡിഫറെന്റ് മൂവ്മെന്റ്സ്. ഇത്തരം റിജിഡ് ബോഡികൾ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യിക്കുമ്പോൾ അതിന്റെ ആക്സിസ് ഫിക്സഡ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആക്സിസിലൂടെ അത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഉദാഹരണത്തിന് നമ്മളൊരു പെപ്സിയുടെ ബോട്ടിൽ എടുത്ത് എയറിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് എറിയുകയാണെങ്കിൽ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോവും. അതായത് ട്രാൻസ്ലേഷൻ മോഷനും ഉണ്ടാവും, റൊട്ടേഷൻ മോഷനും ഉണ്ടാവും. അപ്പൊ അത് റൊട്ടേറ്റ് ചെയ്യുന്നത്, ആ റൊട്ടേഷൻ നടക്കുന്നത് ഒരു ആക്സിസിലായിരിക്കും, ഏതെങ്കിലും ഒരു ആക്സിസിലായിരിക്കും. അത് ഏത് ആക്സിസിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ബോട്ടിലിന്റെ നെക്കിന്റെ കേന്ദ്രീകരിച്ച് റൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ബോട്ടം കേന്ദ്രീകരിച്ച് റൊട്ടേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ സെൻട്രൽ ഉള്ള പോയിന്റ് വെച്ച് റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ ഈ ബോട്ടിൽ ഉണ്ടാകുന്ന റൊട്ടേഷൻ ഏത് പോയിന്റില്, ഏത് ആക്സിസ്, അവിടെ ഒരു ആക്സിസ് വരുമല്ലോ, ആ ആക്സിസ് അത് തീരുമാനിക്കുന്നത് അതിന്റെ മാസുകൾ എവിടെ കോൺസെൻട്രേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഒരു റിജിഡ് ബോഡിയെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസസ് ഉണ്ട്. മാസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടത് ത്രൂ ഔട്ട് ദ ബോഡിയിലാണ്. ആ ബോഡിയിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അതിന്റെ എല്ലാ മാസുകളും കോൺസെൻട്രേറ്റ് ചെയ്ത പോയിന്റ്, ആ ഒരു പോയിന്റ് നമ്മൾ അതിന്റെ സെന്റർ ഓഫ് മാസ്. റിജിഡ് ബോഡി മൂവ്മെന്റിൽ ഇങ്ങനെ നമ്മളൊരു ഫ്രീ ആയിട്ട് ഇപ്പൊ ഈ ബോട്ടിൽ എറിയുന്ന പോലെ എറിഞ്ഞു കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ടാകും. ആ റൊട്ടേഷൻ നടക്കുന്നത് ഒരു ആക്സിസിലായിരിക്കും. ആ ആക്സിസ് അതിന്റെ സെന്റർ ഓഫ് മാസിലൂടെ ആക്സിസ് ഉണ്ടാവുക, അതിന്റെ സെന്റർ ഓഫ് മാസിലൂടെ. അപ്പൊ എന്താണ് സെന്റർ ഓഫ് മാസ് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഏതൊരു റിജിഡ് ബോഡിക്കും അതിന്റെ മാസുകളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു പോയിന്റ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ആ പോയിന്റിനാണ് നമ്മൾ സെന്റർ ഓഫ് മാസ് എന്ന് വിളിക്കുന്നത്. ഒരു മീറ്റർ സ്കെയിൽ എടുക്കുകയാണെങ്കിൽ ഒരു കറക്റ്റ് മാസ് ഡിസ്ട്രിബ്യൂഷനിലെ ഒരു മീറ്റർ സ്കെയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് മാസ് വരിക ഏകദേശം അതിന്റെ 50 സെന്റിമീറ്റർ വരുന്ന അതിന്റെ സെന്ററിലായിരിക്കും. അങ്ങനെ ഓരോ വസ്തുവിനും അതിന്റെ മാസുകൾ ഫിക്സ് ചെയ്ത ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ അതേ മീറ്റർ സ്കെയിലിന്റെ രണ്ട് എൻഡിലായിട്ട് നമ്മൾ രണ്ട് വ്യത്യസ്ത കനമുള്ള
ബോളുകൾ കെട്ടിത്തൂക്കുകയാണെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് മാസിന് മാറ്റം വരും. ഇങ്ങനെ ഒരു റിജിഡ് ബോഡി സെന്റർ ഓഫ് മാസ് നമുക്ക് എങ്ങനെ എവിടെ ആയിരിക്കും എന്നുള്ളത് ഫിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇവിടെ രണ്ട് ഒബ്ജക്റ്റുകളാണ്. ഒരു ഒബ്ജക്റ്റ് ഹാവിങ് മാസ് m1, വേറെ ഒരു ഒബ്ജക്റ്റ് ഹാവിങ് മാസ് m2. ഈ രണ്ട് ബോഡികളും പരസ്പരം കണക്റ്റഡ് ആണ്, ഒരു റിജിഡ് ബോഡി പോലെയാണ്. എങ്കിൽ ഇതിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയായിരിക്കും? ഈ രണ്ട് ബോഡി സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഈ ഫസ്റ്റ് ബോഡി നമ്മുടെ ആക്സിൽ വെച്ച് ഫസ്റ്റ് ബോഡി x1 അകലത്തിലാണുള്ളത്. m1 is x1 ഫ്രം ദി ഒറിജിൻ. രണ്ടാമത്തെ m2 x2 അകലത്തിലാണുള്ളത്. ഇതിന്റെ രണ്ട് ബോഡിയുടെയും സെന്റർ നമ്മുടെ ഒറിജിനിൽ നിന്ന് x അകലത്തിലാണെങ്കിൽ ആ x ഇതിന്റെ രണ്ടിന്റെയും നടുവിലായിട്ട്, ഇത് മാസ് m1, ഇത് മാസ് m2, ഇതിന്റെ രണ്ടിന്റെയും നടുവിലുള്ള ഒരു പോയിന്റ് ആയിരിക്കും നമ്മുടെ സെന്റർ ഓഫ് മാസ്. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? m1ന്റെയും m2ന്റെയും വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും. m1 കൂടുതലാണെങ്കിൽ സെന്റർ ഓഫ് മാസ് കുറച്ചുകൂടി ഇങ്ങോട്ട് m2 കൂടുതലാണെങ്കിൽ ഇങ്ങോട്ട് പോകും. അപ്പം അത് എവിടെ, ആ സെന്റർ ഓഫ് മാസ് എവിടെ വരും എന്നുള്ള നമുക്ക് തീരുമാനിക്കാൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. x is equal to m1 x1, അതായത് ഫസ്റ്റ് ബോഡിയുടെ മാസ് ഇൻറ്റു ഒറിജിനിൽ നിന്ന് ഫസ്റ്റ് ബോഡിയിലേക്കുള്ള അകലം, പ്ലസ് m2 x2, സെക്കൻഡ് ബോഡി into the distance from origin to the second body, divided by m1 plus m2. m1 plus m2 one first second ബോഡികളുടെ മാസുകൾ. ഇങ്ങനെയാണ് രണ്ട് ബോഡികളെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചാൽ അതിന്റെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ ഫോർമുല. ഈ സെന്റർ ഓഫ് മാസ് കുറെ ബോഡികളുണ്ടെങ്കിൽ m1 x1 plus m2 x2 plus m3 x3 etc. mn xn divided by m1 plus m2 plus m3 etc. mn. അങ്ങനെ വരും. ഇതിനെ നമുക്ക് സമ്മേഷൻ രീതിയിൽ സം ഓഫ് mi xi ഡിവൈഡ് ബൈ സം mi. ഇതാണ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇത് ഒരു ആക്സിസിൽ x ആക്സിൽ നിന്ന് വിട്ട് y ആക്സ് z ആക്സ് ഉണ്ടാവും. 3 ഡയമെൻഷണൽ ഒരു ഒബ്ജക്റ്റിന് നമുക്ക് ഓരോ ആക്സിലായി x ആക്സിന്റെ ഇങ്ങനെ എഴുതാം, y ആക്സിന്റെ ഇങ്ങനെ എഴുതാം. അപ്പോൾ x y z ഇങ്ങനെ എഴുതി ഓരോ ആക്സിസിൽ നമുക്ക് അതിന്റെ സെന്റർ ഓഫ് മാസിന്റെ അളവ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ പ്രോബ്ലം, ഈ ഒരു സെന്റർ ഓഫ് മാസിനുള്ള കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഇത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. സാധാരണ ക്വസ്റ്റ്യൻ ഈ സെന്റർ ഓഫ് മാസ് പ്രോബ്ലം ചോദിക്കാറുണ്ട്. സോൾവ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: 3 identical spheres of equal masses m and radii r are placed in contact with each other along a straight line. Locate the center of mass. ഇങ്ങനെ എടുക്കാം. നമ്മുടെ ഓരോ മാസ് m1 ഉം m2 m3 ഈക്വൽ ആണ്. അപ്പൊ m1 ഈക്വൽ ടു m2 ഈക്വൽ ടു m3 ഈക്വൽ ടു m. നമ്മൾ ഇതിനെ ഫിക്സ് ചെയ്യുന്നത് ഒന്നാമത്തെ ഇതാണ് x ആക്സിസ്. ഒന്നാമത്തെ ബോഡിയുടെ സെന്റർ ഒറിജിനിൽ വരുന്ന രീതിയിൽ വെച്ചു. എല്ലാത്തിൻ്റെ റേഡിയസ് 6 ആണ്. ഇങ്ങനെ തൊട്ട് അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ മാസ് m1 ഒറിജിനിൽ നിന്ന് 0 ഡിസ്റ്റൻസിലാണ്. അതായത് അതിന്റെ x1 0 ആണ്. കാരണം സെന്റർ ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചത്. രണ്ടാമത്തെ ബോഡിയുടെ സെന്ററിലേക്ക് എത്ര ഡിസ്റ്റൻസ് x2, അത് എത്ര ഉണ്ടാവും? ഇതിന്റെ റേഡിയസും ഇതിന്റെ റേഡിയസും രണ്ടിന്റെയും സെയിം റേഡിയസ് ആണ്. അപ്പം r1 r 2r ഉണ്ടാവും. അപ്പൊ x2യുടെ വാല്യൂ 2r ഉണ്ടാവും.
മൂന്നാമത്തെ ബോഡിയുടെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് അത് x3 r plus r plus r plus r 4 ആകും. ഇതിന്റെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം x is equal to m1x1 plus m2x2 plus m3x3 divided by m1 plus m2 plus m3 ആണ്. ഇവിടെ m1 m2 m3 യുടെ വാല്യൂ m ആണ്, എല്ലാത്തിനും സെയിം മാസാണ്. x1ന്റെ വാല്യൂ ഒന്നാമത്തെ ബോൾ വെച്ച് സ്പിയർ വെച്ചിരിക്കുന്നത് ഒറിജിനിൽ തന്നെയാണ്. അപ്പോൾ x1 അവിടേക്കുള്ള ഡിസ്റ്റൻസ് 0 ആണ്. അപ്പോൾ m1 m into 0 പ്ലസ് രണ്ടാമത്തത് 2r ഡിസ്റ്റൻസിലാണ്. രണ്ടാമത്തെ സെന്റർ നമ്മളെ ഒറിജിനിൽ നിന്ന് 2r ഡിസ്റ്റൻസ്, m into 2r പ്ലസ് മൂന്നാമത്തത് 4r ഡിസ്റ്റൻസിലാണ് x3 4r m into 4r ഡിവൈഡ് ബൈ m1 plus m2 plus m3 equal to 3m. ഇത് ചെയ്യുമ്പോൾ ഇത് 0 ആയിപ്പോൾ 2mr plus 4mr by 3m. That is 2 m നമുക്ക് ഇതിൽ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ m into 2r plus 4r divided by 3m, m ക്യാൻസൽ ചെയ്യും. അപ്പം 2r plus 4r by 3 is equal to 6r by 3. ഇവിടെ the center of mass is situated at a distance 2r from the origin. 2r കിട്ടുമല്ലോ. അപ്പം the center of mass is situated at a distance 2r from the origin.